അതിമനോഹരമായ ദ്വീപുകൾ, പർവ്വതങ്ങൾ, തടാകങ്ങൾ എന്നിവയുടെയൊക്കെ രഹസ്യങ്ങൾ നിറഞ്ഞ ഒരു ലോകമൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഇന്ത്യയിൽ ആർക്കും സന്ദർശിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ? അതെ, ഏറ്റവും ധൈര്യശാലികളായ സാഹസികർക്ക് പോലും സന്ദർശിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളുണ്ട് ഇവിടെ. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് ഇന്ത്യയിൽ പബ്ലിക്കിന് സന്ദർശിക്കാൻ കഴിയാത്ത ടോപ്പ് 10 സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യമായുള്ളത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ അതിമനോഹരമായ ബാരൻ ദ്വീപാണ്. ഇന്ത്യയിലെ ഒരേ ഒരു ആക്റ്റീവ് വോൾക്കാനോ ഇവിടെയാണുള്ളത്. സുന്ദരിയായ ഈ പ്രദേശത്തിന് ഒരു ഭൂതകാലമുണ്ട്. 1991 ഒരു വലിയ സ്ഫോടനം ദ്വീപിന്റെ ഭൂരിഭാഗം ജന്തുജാലങ്ങളെയും നശിപ്പിച്ചു. അതിനുശേഷമാണ് അവിടെ സന്ദർശകരെ അനുവദിക്കാതായത്. ദൂരെ നിന്ന് ബോട്ടിലോ ഫെറിയിൽ നിന്നോ ആണ് ഈ അത്ഭുതം കാണാനുള്ള ഏക മാർഗം. രണ്ടാമതായി ഉള്ളത് നിഗൂഢമായ നോർത്ത് സെന്റിനൽ ദ്വീപുകളാണ്. നൂറ്റാണ്ടുകളായി ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സെന്റിനലീസ് ഗോത്രങ്ങളാണ് പച്ചപ്പ് നിറഞ്ഞ ഈ വനങ്ങൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്നത്. അവരുടെ ജീവിത രീതി ഇന്ന് വരെ മോഡേൺ സിവിലൈസേഷനുമായി യാതൊരു ബന്ധവും പുലർത്തിയിട്ടില്ല. അവരുടെ ദേശത്തേക്ക് പ്രവേശിക്കാനുള്ള ഏതൊരു ശ്രമവും അവർ ശക്തമായി ചെറുക്കുകയും ചെയ്യും. 2006 ഇന്ത്യൻ ഗവൺമെന്റ് പോലും ഈ ദ്വീപുകളുടെ 4 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്നവരെ വിലക്കിയിരുന്നു. 2018 ഇവിടെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഒരു യാത്രക്കാരൻ ദാരുണമായി മരണപ്പെടുകയും ചെയ്തിരുന്നു. മൂന്നാമതായി ഉള്ളത് ഉപ്പു തടാകങ്ങളും താഴ്വാരങ്ങളും നിറഞ്ഞ ലഡാക്കിലെ തണുത്ത മരുഭൂമിയായ അക്സായി ചിന്നാണ്. ഇതൊരു ജിയോ പൊളിറ്റിക്കൽ ഹോട്ട്ബെഡ് കൂടിയാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്ക അതിർത്തി കൂടിയാണ് ഈ പ്രദേശം. വളരെ സെൻസിറ്റീവായ സ്ഥലമായതുകൊണ്ട് തന്നെ അക്സായി ചിന്നിലേക്ക് വിനോദസഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. നാലാമതായി ഉള്ളത് ആൻഡമാൻ ദ്വീപുകൾ വിനോദസഞ്ചാരത്തിൽ വളരെ ഫേമസ് ആണല്ലേ. എന്നാൽ അവിടെ തന്നെയുള്ള നിക്കോബാർ ദ്വീപുകൾ കർശനമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. ഇവിടുത്തെ ഗോത്രങ്ങൾ ഈ പ്രദേശത്തെ ആദ്യ നിവാസികളിൽ ഉൾപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സംസ്കാരത്തെയും മറ്റുള്ളവരിൽ നിന്ന് സംരക്ഷിക്കാൻ അവർ താല്പര്യപ്പെടുന്നു. സർക്കാർ അവരുടെ ആവശ്യങ്ങളെ മാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദ്വീപുകളിൽ പുറമേയുള്ള ഒരാളുകളും കടക്കുന്നില്ല എന്നവർ ഉറപ്പാക്കുന്നുമുണ്ട്. അടുത്തുള്ള പോർട്ട് ബ്ലെയറിൽ നിന്നുള്ള തദ്ദേശീയരെ പോലും അവിടെ പ്രവേശിക്കാൻ അനുവദിക്കാറില്ല. അഞ്ചാമതായി പറയാനുള്ളത് ലക്ഷദ്വീപിനെ പറ്റിയാണ്. ലക്ഷദ്വീപ് ഇന്ന് വിനോദസഞ്ചാരത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. എന്നാൽ വിരലിൽ എണ്ണാവുന്ന ദ്വീപുകൾ മാത്രമാണ് വിനോദസഞ്ചാരികൾക്കായി തുറന്നിരിക്കുന്നത്. ബാക്കിയുള്ളവയിൽ പ്രാദേശിക കമ്മ്യൂണിറ്റികളെ സംരക്ഷിക്കുന്നതിനായി പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ പൗരന്മാർക്ക് പോലും ബംഗാരം അല്ലെങ്കിൽ മിനിക്കോയ് പോലുള്ള ചില ദ്വീപുകൾ സന്ദർശിക്കാൻ പ്രത്യേക അനുമതി ആവശ്യമാണ്. ആറാമതായി ഉള്ളത് അരുണാചൽ പ്രദേശിന്റെ ചില ഭാഗങ്ങൾ ചൈന ക്ലെയിം ചെയ്തിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാമോ? 1962 യുദ്ധം മുതൽ ചൈന നിർമ്മിച്ച ഗ്രാമങ്ങളും സൈനിക താവളങ്ങളുമുള്ള ഈ പ്രദേശം തർക്കങ്ങളുടെ കേന്ദ്രമാണ്. ഇന്ത്യയിലെ ഏറ്റവും സെൻസിറ്റീവായ സോണുകളിൽ ഒന്നായ ഈ അതിർത്തി പ്രദേശങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് കടുത്ത നിയന്ത്രണങ്ങളാണ് ഉള്ളത്. ഏഴാമതായി ഉള്ളത് മുംബൈയിലെ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററാണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആണവ ഗവേഷണ കേന്ദ്രമാണ്. ഇവിടെ വിനോദസഞ്ചാരികളെ അനുവദിക്കില്ല. സർക്കാരിന്റെ അനുമതിയോടെ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും മാത്രമാണ് ഇവിടെ പ്രവേശിക്കാൻ അനുമതിയുള്ളത്. എട്ടാമതായി ഉള്ളത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന 3ാമത്തെ കൊടുമുടിയായ കാഞ്ചൻജംഗയാണ്. ബുദ്ധമതക്കാരുടെ മതപരമായ പ്രാധാന്യത്തെ മാനിക്കുന്നതിനായി 2001 സിക്കിം ഗവൺമെന്റ് ഇവിടേക്കുള്ള പ്രവേശനം നിരോധിച്ചു. ഭക്തിയുടെ പ്രതീകമായ ഈ കൊടുമുടി പുറമേയുള്ള ഒന്നുകൊണ്ടും സ്പർശിക്കപ്പെടാതെ തുടരുകയാണ്. 10ാമതായി ഉള്ളത് അമിത വിനോദസഞ്ചാരത്താൽ അടച്ചുപൂട്ടിയ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ട്രെക്കിംഗ് കൊടുമുടികളിൽ ഒന്നാണ്. ലഡാക്കിലെ ഏറ്റവും പ്രശസ്തമായ ആകർഷണങ്ങളിൽ ഒന്നായ ഹെമിസ് നാഷണൽ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റോക്ക് കാംഗ്രി കൊടുമുടിയാണത്. ടോക്ക് ഗ്രാമത്തിന്റെ പ്രധാന ജലസ്രോതസ്സായ ഹിമാനിയെ സംരക്ഷിക്കുന്നതിനായി ബേസ് ക്യാമ്പിന് സമീപമുള്ള വില്ലേജ് അധികാരികൾ 2020 മുതൽ ഈ പ്രദേശം അടച്ചുപൂട്ടുകയായിരുന്നു. ക്യാമ്പ് വീണ്ടെടുക്കാൻ 5 വർഷമെടുക്കുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടലുകൾ. അപ്പോ ഇതൊക്കെയാണ് ഇന്ത്യയിൽ പബ്ലിക്കിന് സന്ദർശിക്കാൻ കഴിയാത്ത ടോപ്പ് 10 സ്ഥലങ്ങൾ. ഒരുപക്ഷെ എന്തെങ്കിലും ഒരു ദിവസം ഈ സ്ഥലങ്ങളുടെയൊക്കെ വാതിൽ എല്ലാവർക്കും വേണ്ടി തുറന്നേക്കാം. അല്ലെങ്കിൽ
എന്നും അതൊരു രഹസ്യമായും തുടരാം. ഇതിൽ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള ഏതെങ്കിലും സ്ഥലമുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.